വന്ദേമാതരത്തിൽ എന്താണ് കോൺഗ്രസ് നിലപാടെന്നറിയാൻ മനോരമ നോക്കിയാൽ മതി. കേരളത്തിൽ മനോരമ എന്ത് പറയുന്നു അതാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോ മനോരമ ലോക്സഭയിൽ ഇന്നിപ്പോ വന്ദേമാതരം ഫുൾ ആലപിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ന് സഭയിലെത്തിയ സന്ദർഭത്തിൽ വന്ദേമാതരം പൂർണ്ണതോതിൽ പ്ലേ ചെയ്യുന്നത് നമ്മൾ കേട്ടു. മനോരമ അതിലൊരംശം കളയാതെ മുഴുവനായി കട്ട് ചെയ്ത് അവരുടെ പേജിലിട്ടൊക്കെയാണ്. കണ്ടല്ലോ, മനോരമയ്ക്ക് വന്ദേമാതരം ഫുൾ ആലപിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ചാനൽ കച്ചവടം അല്ലെങ്കിൽ വാർത്താ കച്ചവടം എന്നുള്ള നിലയ്ക്ക് സംഘപരിവാറുകാരെ കൂടി തൃപ്തിപ്പെടുത്തി നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. കാര്യം കാശ് കിട്ടുന്ന ഏർപ്പാടാണല്ലോ, അതിൽ നിലപാട് എന്തിനാണ്? അതുകൊണ്ട് അവരത് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് നാട്ടുകാരെ കേൾപ്പിക്കുന്നുണ്ട്. അവരിലൂടെ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ദൗത്യം. നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെ പിന്തുണയ്ക്കുന്നവരെല്ലാം അതിലെ ആദ്യത്തെ 4 ഈരടികൾ കഴിഞ്ഞുള്ള വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ മനോരമ അങ്ങനെയല്ല. അവരുടെ ചാനൽ കാണുന്ന മുഴുവൻ പേരും അത് കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അതും കേന്ദ്രന്മാരിൽ കൂടെ തന്നെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം മനോരമയ്ക്കുണ്ട്. നേരത്തെ പല ചായ സൽക്കാരങ്ങളിലൊക്കെ മാമൻ മാത്യുവിന്റെ മക്കളൊക്കെ പങ്കെടുക്കാൻ പോവുകയും അവരെ തന്നെ പ്രധാന ഗസ്റ്റുകളായിട്ട് പല പരിപാടിക്കും വിളിക്കുമ്പോൾ അവരെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂ? അവർക്ക് വേണ്ടി ചില പണിയെടുത്തു കൊടുക്കണ്ടേ? അത് മനോരമ നല്ല അന്തസ്സായിട്ട് ഇന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനോരമ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസുകാർ മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. കാര്യം മനോരമ എന്ത് തീരുമാനിച്ച് നടപ്പാക്കി കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മനോരമ എന്ത് സൃഷ്ടിക്കുന്നു, അതാണല്ലോ അടുത്ത ദിവസം കോൺഗ്രസുകാരുടെ രാഷ്ട്രീയ പ്രവർത്തനം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോൺഗ്രസുകാർക്കുള്ള മനോരമയുടെ നിർദ്ദേശവും ഉപദേശവും
ഈ രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല.